ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ക്ലീനിങ് പ്രശ്നേഷ്. അതായത് പ്രശ്നേഷ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പറയാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി ബിസിലെടുത്ത് ഊതിയിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നതായിട്ടും നമുക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഈ ഇന്റർവ്യൂസ് എല്ലാം ക്രിയേഷൻ ആണ്. കാരണം വെച്ചാൽ അവരുടെ ഒരു ട്രെൻഡിന് വേണ്ടി. കാരണം ആ കഴിഞ്ഞ ഇന്റർവ്യൂ ചെയ്തതിനകത്ത് കാണിക്കുവാണെങ്കിൽ നമ്മളതിന് എടുത്ത് വരും, ആ വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ അത് ഡ്രാമയായിരുന്നു. അവരത് പറയുന്നുമുണ്ട്, പിന്നെ പറയാതെ ചെയ്ത കുറെ കാര്യം നമുക്കറിയാത്ത കുറെ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ കുറെ തെളിവുകാരും അല്ലെങ്കിൽ അതിനുള്ള കുറെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പ്രശ്നേഷ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. ഈ കഴിഞ്ഞ ഇടയ്ക്കും ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂവിനെ വെച്ച് ആരും തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരന്റെ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുക. ആ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പുള്ളി അത് പറയുന്നുണ്ട്. ഇന്നതാണ്. അപ്പൊ ഓരോ വീഡിയോയ്ക്കകത്തും അതായത് ഓരോ ഇന്റർവ്യൂക്കകത്തും പുള്ളി പറയുന്നത് ഞങ്ങൾ സ്വയം ചെയ്ത കാര്യമല്ല. കാരണം അവർക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഇത് ഓൺലൈൻ മീഡിയസ് ആണല്ലോ, അവർക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവരിടുന്നത്. കാരണം അവരിവരെ വിളിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? പൈസ കൊടുത്തിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടിയായിട്ട് അവർ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇവരോട് പറയാം അത് ചെയ്യാനായിട്ടെന്ന് പറയും. അപ്പൊ ഇവർ ഓൾറെഡി നെഗറ്റീവ് ഉള്ള ആൾക്കാരാണല്ലോ, വീണ്ടും നെഗറ്റീവ് ചെയ്യിപ്പിച്ചിട്ട് ആ വീഡിയോ വൈറലാകാൻ വേണ്ടിയാണ് ഇവർ ഓരോ യൂട്യൂബേഴ്സും അതായത് മറ്റ് ഓൺലൈൻ മീഡിയസുകാരും ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കൂടുതലായിട്ട് പറയുന്നതിനേക്കാളും പ്രശ്നേഷ് പറയുന്നുണ്ട്. നമുക്ക് ആ ക്ലിപ്പുകളൊന്ന് കണ്ടിട്ട് അതിനെപ്പറ്റി നമുക്ക് പറയാം. ആദ്യം തന്നെ പറയാനുള്ള കാര്യം വേറൊന്നുമല്ല, ഗ്രീൻ ഹൗസ് പോകുന്നത് കറക്റ്റ് ട്രാക്കിലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ഇൻ്റർവ്യൂ കേട്ടോ. ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചുകൊണ്ട് പറയാമല്ലോ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടിയോണ്ടല്ല ഞാൻ അങ്ങനെ വിജയമാണെന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസിനെ കുറിച്ച് ഏറ്റവും ആദ്യത്തെ ഒരു ട്രോൾ പോസ്റ്റ് ഇറക്കിയ, അതായത് ഗ്രീൻ ഹൗസിനെ അങ്ങ് നെഗറ്റീവ് അടിച്ച് ഇല്ലാണ്ടാക്കണമെന്നൊരു വൈബിൽ വന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ള മീഡിയയാണ് നമ്മളെ വിളിച്ച് നമ്മൾ പറഞ്ഞ പൈസയ്ക്ക് നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇൻ്റർവ്യൂ എടുത്തത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനൊരു വിജയമായിട്ട് കാണുന്നത്. നമ്മളെ കളിയാക്കിയവർക്കേന്ന് നമ്മുടെ സമയത്തിൻ്റെ വില വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവറൊന്ന് വയ്ക്കുക, അതിൻ്റെ ഒരു ഹീറോയിസം ഒന്ന് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഇത് കണ്ടുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. കണ്ടോ, ഇവര് തന്നെ, അതായത് ഈ പറയുകയാണെങ്കിൽ ഈ മീഡിയാസ്, ആ ചാനലിന്റെ പേര് സ്മാർട്ട് പിക്സ് മീഡിയ, അവര് നേരത്തെ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ ആ സമ്പ്രദായത്തിൽ തന്നെ ചവിട്ടിത്താക്കാനായിട്ട് ശ്രമിച്ച ആൾക്കാരാണ്. പ്രശ്നേഷനകത്ത് രോഹിത്തിനകത്ത് പറഞ്ഞ് കൃത്യമായിട്ട് പറയുന്നുള്ള കാര്യം വലിച്ച് കീറി നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയ ആൾക്കാരാണ്. അവര് തന്നെയാണ് ഇപ്പം ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചേക്കുന്നത്, അതും പൈസ കൊടുത്ത് പുള്ളിക്കാരനെ വിളിച്ചേക്കുന്നത്. അതിന് കാരണം എന്തുവാന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. കാരണം ഇപ്പോഴത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഇവനാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നെഗറ്റീവിന്റെ അങ്ങേയറ്റം നെഗറ്റീവ് പറഞ്ഞ് ഏറി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവരുടെ ചാനൽ റീച്ച് കൂട്ടാനും ഇവനെയും കൊണ്ടേ പറ്റൂ. ഇവനുണ്ടെങ്കിൽ, ഇവന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റോ അല്ലെ 2 മിനിറ്റോ 3 മിനിറ്റോ 4 സെക്കൻഡോ 5 സെക്കൻഡോ എന്തെങ്കിലും ഇവന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കോ അല്ലെ ഇവര് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ ചാനൽ നല്ല രീതി അല്ല ആ വീഡിയോ നല്ല റീച്ച് ആയിട്ട് പോകും. അതിനുവേണ്ടി ഇവനെ തന്നെ വീണ്ടും വിളിച്ചതാണ്. പക്ഷേ ഇതിലെ നാണം കെട്ടത് ഇവര് തന്നെയാന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാല് ഇവൻ തന്നെ പറഞ്ഞു. കാരണം അവനെ എടുത്ത് കാണിക്കുകയും ചെയ്തു അവന്റെ 1-2 ഫോട്ടോസുകൾ. ഇവനെ വലിച്ചു കീറി ഭിത്തിപ്പറ്റിച്ച ആൾക്കാർ വീണ്ടും ഇവന്റെ കാല് പിടിച്ച് ഇവനോട് പൈസ കൊടുത്തിട്ട് ഞങ്ങളുടെ ചാനലിൽ വന്ന് ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞ ഒരു അവസ്ഥ നമുക്കത് മനസ്സിലാക്കാനുള്ള അവൻ പറഞ്ഞ പോലെ ഒരു ഹീറോയിസ് ആണ്. ഉള്ള കാര്യമാണ്, നല്ല കാര്യം തന്നെയാണ്. എനിക്ക് പ്രശ്നേഷന്റെ ഭാഗത്ത് നമുക്കായാലും ഒരു പ്രത്യേക ഒരു ഇത് തോന്നും. നമ്മളെ ചവിട്ടിത്താത്ത ആൾക്കാർ നമ്മളെ അംഗീകരിച്ചല്ലോ അല്ലെ നമ്മളെ വിളിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്ക് തോന്നും. കൂടെ ഉള്ളത് രോഹിത്തും രശ്മി. നമസ്കാരം. ഹായ്. ഓക്കെ, ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുവാണ് കേട്ടോ. ഓക്കെ, എനിക്ക് കൊറോണയൊന്നുമില്ല. ഇല്ല, ഇത് അതല്ല, ആക്ച്വലി ഇത് നമ്മുടെ ഒരു രീതിയാണ്. പെട്ടെന്ന് ഞാൻ തരാം. അല്ല, എന്താ വെച്ചാല് പെട്ടെന്ന് നമ്മള് അങ്ങനെ ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോഴത്തേനും നമുക്ക് എന്തോ ഒരു ഫീൽ അടിക്കും. അങ്ങനെ
ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബേസിക് ഹൈജീനിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചിത്രയെ അടിച്ചോളൂ, വിഷയമില്ല, അപ്പൊ പ്രശ്നം തീർന്നു. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ടല്ലോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സാനിറ്റൈസർ. കാരണം പ്രശ്നേഷിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും സാനിറ്റൈസ് ചെയ്യാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ? ഇല്ല, നല്ല കുഴപ്പമൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മൾ സാനിറ്റൈസർ അടിക്കുന്നതിലും മറ്റുള്ളവർ സാനിറ്റൈസർ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ വൃത്തി കുറച്ച് സംരക്ഷിച്ചാലും സൂക്ഷിച്ചാലും ഒക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവർ പറഞ്ഞു ഇതിനകത്ത് ഇപ്പം അവര് കാണിക്കുന്നുണ്ടോ, ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നുന്നത് എന്തുവാ, ഇവരിങ്ങനെയാണല്ലോ എന്ന് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അറിയാവുന്നതായിട്ട് നമ്മൾ ഓർക്കും ശരിയാണ് ഇവരിങ്ങനെയാ. കാരണം ഇവരെല്ലായിടത്തും സാനിറ്റൈസർ ഇല്ലാത്ത ഒരു പരിപാടി ഇവർക്കില്ല. നമുക്ക് കഴിഞ്ഞോണ്ട് അറിയില്ല ബിസിലിന്റെ കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ സംഭവം ഇതിങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ തെറ്റി. ഇതിനകത്ത് പ്രശ്നേഷ് അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ എല്ലാ വീഡിയോസും ക്രിയേഷൻ ആണ്, കണ്ടന്റ് ഉണ്ട് അവർക്ക്. ഓരോ കണ്ടന്റ് വഴിയാണ് അവർ ചെയ്യുന്നത്. ഇത് ഇവരായിട്ട് ഈ മീഡിയസ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു കണ്ടന്റ് ആണ്. ഇവരെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ വീഡിയോ വൈറലായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഈ സാധനം എടുത്തിട്ടായിരിക്കും തംബ്നെയിലായിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോർട്ടായിട്ടോ എടുത്തിടുന്നത്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാതെ നമ്മൾ യൂട്യൂബ് ഇങ്ങനെ മേലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് കാണുമ്പോൾ നോക്കും, ഇവന്മാർ പിന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഏതായാലും. അപ്പൊ ആൾക്കാരത് പ്ലേ ചെയ്ത് കണ്ടു നോക്കും മൊത്തം. അതാണ് സംഭവം. അപ്പൊ അതിന്റെ ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് പ്രശ്നേഷ് ഈ വീഡിയോസ് ഇട്ടേക്കുന്നത്. കുറെ ഇന്റർവ്യൂവിന് കൊടുത്തതിന്റെയൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞാണല്ലോ. അപ്പൊ പ്രശ്നേഷ് ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് പറയാം. എന്നിട്ട് അവർ പറഞ്ഞൊരു ഐഡിയ വേറെയാണ്. അതായത് നമ്മുടെയൊക്കെ വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആങ്കറിന് സാനിറ്റൈസ് ചെയ്യാനുള്ള ഇത് തോന്നിയിട്ട് സാനിറ്റൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ട്രിഗർ ആവുന്നു. അതായത് ഞങ്ങൾക്ക് അണുക്കളൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെ പിടിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ സാനിറ്റൈസർ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രിഗർ ആവണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ട്രിഗർ ആവത്തില്ല. കാരണം ഇപ്പോൾ ഒരാൾ എന്നെ തൊട്ടിട്ടായാലും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ടായാലും സാനിറ്റൈസ് ചെയ്തിട്ട് പോകുന്നത് നല്ല കാര്യം, ഞാൻ സന്തോഷമായിട്ടേ കാണുന്നുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ രീതിയിൽ ചിത്രീകരിക്കുന്നതിനകത്തോട്ട് താല്പര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എങ്ങനെയും ഒന്ന് സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാം. അതായത് ഷെയ്ക്ക് ഹാൻഡ് ആയിരുന്നു, ഞങ്ങൾ സാനിറ്റൈസർ അടിക്കുന്നു, എന്നിട്ട് സാനിറ്റൈസർ വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി ട്രിഗർ ആവുന്ന പോലെ അഭിനയിച്ചോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ഒരു സാധാരണ ഒരാളെ ഞങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സെഷൻ കണ്ടോ. പ്രശ്നേഷ് അത് കൃത്യമായിട്ട് ഓരോ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഈ എല്ലാവരും ഇപ്പം ഇന്റർവ്യൂസ് ക്രിയേഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കണ്ടു കഴിക്കുമ്പോൾ ആ ഫ്ലോയിൽ കാണും വേണ്ട അവൻ അങ്ങനെ ചെയ്ത് അവൻ ഇങ്ങനെ ചെയ്തത് നമ്മൾ പറയത്തുള്ളൂ. നമ്മൾ ഇതിന്റെ പുറകിലത്തെ കാര്യം അതിപ്പം ഇന്റർവ്യൂ ആയപ്പോലും സിനിമ ആയപ്പോലും ഒരു ഷൂട്ടിംഗ്, അതായത് ഷൂട്ടിംഗ് വെച്ചാൽ നമ്മൾ സിനിമ സീരിയല് അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാം ലൈവായിട്ട് നടക്കുന്നതല്ല, അല്ലാത്ത കാര്യങ്ങൾ, ഇതിന്റെ എല്ലാത്തിനും പുറകിൽ പല കളികളുണ്ട്. നമുക്കറിയത്തില്ല. നമ്മൾ ഈ വീഡിയോസിലൊക്കെ വരുമ്പോഴേക്ക് ഇത് ഓക്കെയാണ്. അപ്പൊ ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, പകുതി മുക്കാലും അതിനകത്ത് പുറകിൽ പല കളികളും കാണും. പിന്നെ ചിലവർ തന്നെ പറയുന്ന പലതും പല ഇതായിരിക്കും. അതിനകത്ത് തന്നെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം ഇതാണ്. അപ്പൊ ഇതിനകത്തില് പല കാര്യങ്ങളുണ്ട്, മനസ്സിലായോ? അപ്പം പുള്ളി ഇപ്പൊ അത് പുള്ളിക്ക് മനസ്സിലായി ഈ സാധനം വേറെ ആളെടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് പുള്ളി തന്നെ എടുത്ത് ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ബാക്കിയുടെ കണ്ടു നോക്കാം നമുക്ക്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാ ചെറിയ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് പക്ഷേ ആക്ച്വലി നല്ല രീതിയിൽ തന്നെ ആ ഒരു മെക്കാനിസം വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങൾ, ഗ്രീൻ ഹൗസിനെ ചുറ്റും ഉള്ള ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നത്. എനിക്ക് ആദ്യമേ ഭയങ്കര കട്ട് ചെയ്ത് ഞാൻ ആ പറഞ്ഞ പോയിന്റ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കേട്ടാ. ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അവരുടെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് നമ്മുടെ ആ ഒരു ട്രിഗറിങ് മെക്കാനിസം, പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്താലും കുറ്റം കാണുന്ന, എങ്ങനെയും ഇവനെ തഴഞ്ഞില്ലാണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഹേറ്റേഴ്സിനെ ഒന്ന് ട്രിഗർ ചെയ്തുകൊണ്ട് അത്യാവശ്യം ഗ്രീൻ ഹൗസിൻ്റെ വിസിബിലിറ്റി കൂട്ടുന്നൊരു മെക്കാനിസം നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വീഡിയോസെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോസ് വർക്കൗട്ട് ആയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോലാഹലങ്ങളും. അതുപോലെ തന്നെ അതായത് നമ്മളെ താഴെ കൊണ്ടുപോകുക എന്നുള്ള പ്ലാനിൽ വരുന്ന ഈ ട്രോൾ വീഡിയോസൊക്കെ ആക്ച്വലി നമ്മുടെ വിസിബിലിറ്റി കൂട്ടുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഗ്രീൻ ഹൗസിനെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് പോസ്റ്റ് ഇറക്കിയ ഒരു കിടിലൻ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ആദ്യം പോസ്റ്റ് ഇട്ടൊരു ടീമാണ് ഈ ഒരു പേജ്. അവരാണ് നമുക്ക് പൈസ തന്ന് നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് കൊണ്ടിരുത്തിയേക്കുന്നത്. അതും നമ്മുടെ വിജയമാണ് എന്ന് ഞാൻ അവരുടെ മുമ്പ് വെച്ച് പറഞ്ഞായിരുന്നു. ആ ഒരു പോയിന്റ് പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആർക്കും അങ്ങനെ പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പോയിന്റ് പറയുമെന്ന് ഇവരാരും വിചാരിച്ചില്ല. പക്ഷേ ഇത് എഡിറ്റിങ് സമയത്ത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതാണ്. അത്
അവരുടെ സേഫ്റ്റിയാണ്. അവർ അതും ആ ഇൻ്റർവ്യൂവിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ആണല്ലോ. അപ്പം ആ ഒരു പോയിന്റ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അതാണ് ഞാൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരുന്നത്. രോഹിത് പറയേണ്ട കാര്യം നൈസായിട്ട് അതിലങ്ങ് പറഞ്ഞു. പക്ഷേ ഇപ്പൊ രോഹിത് പറയുന്നത് ആ വീഡിയോയിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. കാരണം അത് അവരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം അവരെ പറ്റിയാണ് അവൻ പറഞ്ഞത് കൂടുതലും. കാരണം അവനെ എടുത്ത് ആദ്യമൊക്കെ തള്ളിക്കളഞ്ഞ കുറെ ആൾക്കാര്, ചവിട്ടി താത്ത ആൾക്കാര്, അതിൽ നിന്നാണ് അവൻ പൊങ്ങി മേപ്പോട്ട് വന്നത്. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇവര് തന്നെ എന്തോ ഒരു ഇവർക്ക് തന്നെ ഇട്ടൊരു ഊക്ക് കിട്ടിയ അവസ്ഥ എന്ന് പറയാം. സത്യം പറയാലോ, ഇവർക്ക് ഇട്ടൊരു ഊക്ക് എന്ന് പറയാം. കാരണം ഇവര് തന്നെ അവനെ ചവിട്ടി താക്കാൻ പോയിട്ട് അവര് തന്നെ കാശ് കൊടുത്ത് ഇവനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവനെ കൊണ്ട് ഓരോ കോപ്രായങ്ങൾ ചെയ്യിപ്പിക്കാൻ നോക്കി. ചില കാര്യങ്ങൾക്ക് അവൻ സ്കിപ്പാക്കി വിട്ടു. അത് നല്ല കാര്യമായെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഇതിപ്പോ ചെയ്തത് നല്ല കാര്യമെന്ന് ഞാൻ പറയത്തില്ല ഈ വീഡിയോ. കാരണം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറെ അറിയാത്ത ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പ്രശ്നേഷിന്റെ വീഡിയോസ് എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നെഗറ്റീവുകൾ പുള്ളിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ബാക്കി കൂടുതലും പോസിറ്റീവ് തന്നെയാണ്. കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ അടിപൊളിയാണ്. ബാക്കിയുടെ കണ്ടു നോക്കാം. വിക്കിത്തക്ക് ഇതിനകത്ത് അടച്ചിട്ടില്ലേ ടാങ്കിനകത്തോട്ട്, അത് കണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് കണ്ട് ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടാണ് തോന്നിയത്. നമ്മളെല്ലാവരും അത് കണ്ട് അങ്ങ് എൻജോയ് ചെയ്ത് ചിരിക്കുമായിരുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ക്യാമറാമാൻ നമ്മുടെയൊക്കെ പറഞ്ഞു പുള്ളിക്കാരനെ കുറിച്ചിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറ, പുള്ളിക്കാരൻ്റെ പുറകെ പണ്ട് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന കേസിനെ കുറിച്ച് പറ, എന്നിട്ട് നമ്മൾ അങ്ങനത്തെ സ്റ്റാൻഡേർഡൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ട്രിഗർ ആക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് നമ്മളതൊന്നും പറയത്തില്ല. കാരണം കണ്ടോ, ഇതിനകത്ത് ഞാൻ പറഞ്ഞതല്ലേ, പ്രശ്നേഷ് ചില കാര്യങ്ങൾ ഏതായാലും നൈസായിട്ട് ഊരി പോകുന്നത് നന്നായി. കാരണം വിക്കിടെക് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ കയറി നേരത്തെ കേസോ കാര്യങ്ങളോ കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത് അവരവരുടെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളാ, അല്ലെ നേരത്തെ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞു വെത്തു, അത് എന്തോ ആയിക്കോട്ടെ. ഇവനെ, അതായത് ഈ പ്രശ്നേഷിനെ വീണ്ടും കുഴിയിലേക്ക് ചാടിക്കാനുള്ള പരിപാടിക്കാണ് അവർ ആ മീഡിയാസ്, ഓൺലൈൻ യൂട്യൂബ് മീഡിയാസ് കാണിച്ചു കൂട്ടിയേക്കുന്നത്. ആ ക്യാമറാമാൻ പറഞ്ഞെന്ന് വിക്കിയുടെ കേസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല, എനിക്ക് അതിൽ പുള്ളിയായിട്ട് ഒരു വിഷയമില്ല, പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ബാക്കിയുടെ കണ്ടു നോക്കാം. കാരണം നമുക്ക് പുള്ളിയോട് ഒരു പ്രശ്നവുമില്ല, ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ ഹിസ്റ്ററിയിൽ എന്തുണ്ടായാലും അത് നമ്മളെയും ബാധിക്കുന്ന അറിയില്ല. കാരണം പുള്ളിക്കാരൻ നമ്മുടെ ലൈഫിലോട്ടൊന്നിനും വലിഞ്ഞേറി വന്നിട്ടൊന്നുമില്ല. സോ ആ ചെയ്ത കാര്യമാണേലും ആ റിയാക്ഷൻ വീഡിയോ ആണല്ലോ എനിക്ക് ഭയങ്കര മര്യാദയായിട്ട് തോന്നിയേട്ടാ. കാരണം പല സൈഡിൽ നിന്നും തെറിവിളിയും ചീത്തയൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വളരെ മാന്യമായിട്ടുള്ളൊരു തമാശ രീതിയിലുള്ള സാധനം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വിഷയങ്ങളൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിൽ ട്രിഗർ ആയിട്ടുമില്ല, ട്രിഗർ ആവുന്ന പോലെ അഭിനയിക്കത്തുമില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, വിക്കി ബ്രോ നമ്മളെ പൂട്ടിയിട്ട ടാങ്കിനകത്തുനിന്ന് വേറൊരു ബ്രോ നമ്മളെ തുറന്നു വിടുന്നതായിട്ട്. അതുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ച്വലി ട്രോൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ട് ഈ ഒരു രീതിയിലൊക്കെ പറഞ്ഞു, അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഒരാളെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സൈബർ ബുള്ളിങ് എന്ന രീതിയിൽ ആവരുത് ട്രോളുകൾ. എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ, ട്രോളിന് വേണ്ടി നിന്ന് കൊടുക്കാതിരിക്കുക, അത് എനിക്ക് പറയാനുള്ളൂ. നമ്മള് കണ്ട ഇതിനകത്ത് ഇപ്പം അവരുടെ തന്ത്രം കണ്ടായിരുന്നു ആ മീഡിയാസിന്റെ, ഇവനെ വീണ്ടും കുരുക്കിലേക്ക്. ഇവന് ഏറ്റവും കൂടുതലും പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂസ് കൊടുത്താണ് പറ്റിയ ഒരു മണ്ടത്തരം. കാരണം ഇന്റർവ്യൂസ് കൊടുത്തപ്പം അവർ ഓരോ കുഴികളിലാണ് ചാടിച്ചത്. ഇപ്പം ഇതിനകത്ത് ഇന്റർവ്യൂവിനകത്ത് ഇപ്പം ഈ പ്രശ്നേഷ് വന്ന് ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അറിയാത്ത ആൾക്കാർക്ക് വരെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം മനസ്സിലായി കാണും. ഇന്റർവ്യൂവിൽ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളല്ല, അവർ ക്രിയേഷൻ ചെയ്ത കാര്യങ്ങളാണ് ഇവൻ അവിടെ ചെയ്ത് കൂട്ടിയതെന്ന്. ഈ പകുതി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, പകുതി ഇവന്റെ കയ്യിലും ഉണ്ട്. കാരണം ഇവന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് തന്നെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അത് അവരാരും ഉണ്ടാക്കിയല്ലോ. ഇവൻ തന്നെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഫോൺ കഴുകുന്നതും പിന്നെ ATM പോയി സാനിറ്റൈസർ അടിക്കുന്നതും പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ ഇവൻ തന്നെ കാണിച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാർ അതെടുത്ത് പറയുന്നത്. നമ്മൾ ഇവനെ പറ്റി അതിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്താ ഏതാ ഇന്റർവ്യൂവിന് ബിസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അത് ഡ്രാമ വീഡിയോ ആണ്, പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവന്റെ ഒരു സ്വഭാവം വെച്ച് ഇവൻ ചിലപ്പോൾ ചെയ്യും എന്നാണ് നമ്മളും പറഞ്ഞത്. അത് തന്നെ, കാരണം നമ്മൾ ഇവനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇവന്റെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ചെറുക്കൻ നല്ലൊരു ചെറുക്കനാണ് സത്യം പറഞ്ഞാൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാരും ചെയ്യാത്ത ഒരു കാര്യമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെയും ആദ്യത്തെ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. നെഗറ്റീവ് മാത്രമല്ല ഞാൻ പുള്ളിയെ പറ്റി പറഞ്ഞ, പോസിറ്റീവ് കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ പറയുന്നുണ്ട്. നെഗറ്റീവ് മാത്രമായിട്ട് നമ്മൾ തള്ളി പറഞ്ഞു എല്ലാ വീഡിയോസിലും നമ്മളത് പറയുന്ന കാര്യം തന്നെയാണ്.
എന്റെ വീഡിയോസ് പുള്ളി കാണുവാണെങ്കിൽ തന്നെ പുള്ളിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാരണം നമ്മളെ വീഡിയോസ് ഒന്നും കാണാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ യൂട്യൂബറാണ്. നമ്മൾ പൊങ്ങി പൊങ്ങി വരുന്നുള്ളൂ. ആദ്യത്തെ ഒരിടയ്ക്ക് പുള്ളി ഒരു ഡയലോഗ് അടിച്ചായിരുന്നു, താഴ്ന്ന കട്ടി കിടക്കുന്ന യൂട്യൂബർ മൂന്നി കിടക്കുന്ന യൂട്യൂബർ വരെ വീഡിയോസ് ചെയ്തു എന്നുള്ള രീതിയിൽ. നമ്മള് നല്ലതെന്ന് പറയും, പന്നലാണ് പന്നലെന്ന് തന്നെ പറയും. അതിനകത്ത് പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ, എന്റെ സ്വഭാവം അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നല്ലത് തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ അവൻ ചെയ്തിട്ട് കുശുമ്പും കുന്നായ്മയും കണ്ടിട്ട് അവൻ വളർന്നു കഴിഞ്ഞിട്ട് അവനെ പറ്റി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞ ആ പരിപാടി ഇല്ല. അത് എനിക്ക് ഇഷ്ടവുമല്ല, ഉള്ള കാര്യവുമല്ല. അപ്പം ഇവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നെഗറ്റീവായിട്ടുള്ളത് കളഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ പൊളിയാന്ന് പറയേണ്ടിയിരിക്കും. പക്ഷെ അവനത് ചെയ്യുന്നില്ല എന്നാണ് അവന്റെ കുറവുകൾ എന്ന് ഞാൻ പറയുന്നത്. അല്ല വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പം എന്റെ വീഡിയോസ് എന്തെങ്കിലും ഒരിക്കൽ കാണുവാണെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്, നെഗറ്റീവ് മാത്രം പറയുന്നില്ല, പോസിറ്റീവ് മാത്രമല്ല, നമ്മൾ എല്ലാ കാര്യവും ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. മറ്റേ ബീച്ചിൽ പോകുന്ന കാര്യങ്ങളും ആ സിറിഞ്ച് എടുക്കുന്ന കാര്യങ്ങളും അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ എന്റെ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു വീഡിയോക്കകത്ത് പിള്ളേരെ വെച്ച് ചെയ്തപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. ചെയ്യുന്നത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എന്റെ വീഡിയോസ് ഇത്രയേ ഉള്ളായിരുന്നു. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വോയിസിന്റെ കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ക്ലിയർ ആണോ ക്ലിയർ അല്ലയോ എന്ന് പറയണം. ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത് അത്ര ക്ലിയർ ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കേട്ട് നോക്കിയിട്ട് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അയക്കുക. ഈ വീഡിയോയെ പറ്റി അഭിപ്രായം പറയുക. ഇപ്പൊ ഞാൻ എന്റെ വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയും പറയുക. അപ്പം കാണുന്ന ആരായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ പറയുക. അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.